നമ്മുടെ മിക്ക കമ്പനിയും കേരളത്തിൽ കാണുന്നത് ഞങ്ങൾക്ക് ഇന്റേണൽ ഓഡിറ്റ് ടീം ഉണ്ടെന്ന് പറയും. 2-3 സ്റ്റാഫ് ഉണ്ടാവും. ഏത് 15,000-20,000 3 സ്റ്റാഫ് ഉണ്ടാവും. ഇയാൾ പോയി ചെക്ക് ചെയ്യേണ്ട ആരെന്നറിയോ? 2 ലക്ഷം റുപ്യേൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളറെയും 3 ലക്ഷം റുപ്യ വാങ്ങുന്ന സെയിൽസ്മാൻ്റെയും ഒക്കെ വന്നിട്ട് അയാളുടെ എഫിഷ്യൻസിയും അയാളുടെ റിപ്പോർട്ടിങ്ങും അയാളുടെ 1-2 ഡയറക്ടറുടെ എല്ലാം നോക്കിയിട്ട് ഞാൻ പോയി ഇങ്ങനെ നിൽക്കണം. അല്ല, ഇമാജിൻ എന്തായിരിക്കും ഇയാളുടെയും അയാളുടെയും ബോഡി ലാംഗ്വേജ്. അല്ല, 20,000 ശമ്പളം വാങ്ങുന്ന ഒരാൾ 2 ലക്ഷം ശമ്പളം വാങ്ങുന്ന ആളുടെ കൺട്രോൾ പ്രോപ്പറായിട്ട് ചെയ്തോ എന്ന് ദിവസം കാണണ്ട. ഏത് ഉച്ചയ്ക്ക് ലഞ്ചിന് കാണണ്ട, നാളെ തന്നി പോകണം. ചിലപ്പം പല കാര്യങ്ങൾ ഇയാൾ ഇൻഫ്ലുവൻസ് ആയിരിക്കും അല്ലേ? എത്ര ഇൻഫ്ലുവൻസ് ആയിരിക്കും അല്ലേ? യു ക്യാൻ ഇമാജിൻ ഈ ഇന്റേണൽ ഓഡിറ്റ് ചെയ്യുന്ന ടീമിൻ്റെ ബോഡി ലാംഗ്വേജ് എങ്ങനെയുണ്ടോ? ഇതാണ് റിപ്പോർട്ട് ചെയ്തിട്ട് ബോർഡിന് കൊടുക്കുന്നത്. സാറേ, ഇന്റേണൽ ഓഡിറ്റ് റിപ്പോർട്ട് എന്ന്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ എഫിഷ്യൻ്റ് ആണ്. കാര്യം മൊത്തം ഞാൻ 60,000 രൂപ ചിലവാക്കുന്നുള്ളൂ. 3 സ്റ്റാഫിനെ വെച്ച് ഞാൻ മൊത്തം ഇന്റേണൽ ഓഡിറ്റ് ചെയ്യുന്നുണ്ട്. നല്ല റിപ്പോർട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. ശരിക്കും അങ്ങനത്തെ റിപ്പോർട്ടാണ് നിങ്ങൾക്ക് വേണ്ടത്? ഇന്റേണൽ ഓഡിറ്റ് ഇന്റേണൽ ആണെങ്കിൽ ഒരു BCO അല്ലെ പ്രൈവറ്റ് ഇക്വിറ്റി വരുമ്പം അപ്പം തന്നെ അയാൾ പറയും നമുക്ക് പുറത്തുനിന്ന് ഒരാളെ എടുക്കാം കേട്ടോ. യു വിൽ അസൈൻ അനദർ പേഴ്സൺ ഫ്രം ഔട്ട്സൈഡ്. Fintaxman, the mentor your business needs.